നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കി ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളുടെ നിരക്കും കുത്തനെ ഉയരുന്നു. ഇന്ത്യയിലെ പ്രധാന മെട്രോ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പറക്കാനുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 50% വർദ്ധിച്ചതായി വിവിധ ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഗോ എയർ കമ്പനിയുടെ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരക്ക് വർധന ഉണ്ടായിരിക്കുന്നത്. ഗോ എയർ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതോടെ മറ്റ് വിമാന കമ്പനികൾ നിരക്കുകൾ കുത്തനെ കൂട്ടുകയായിരുന്നു. ഈ വിമാന കമ്പനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടനെ തീരാൻ സാധ്യത ഇല്ലാത്തതിനാൽ വരും മാസങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകൾ കൂടാനാണ് സാധ്യത. ഇന്ത്യയുടെ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം ഏറുന്ന പശ്ചാത്തലത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ വളരെയേറെ കൂടിയത് സാധാരണക്കാരെ വല്ലാതെ വലച്ചിരുന്നു. വിലക്കുറവിൽ യാത്ര ലഭ്യമാക്കിയിരുന്ന ഗോ എയറിന് ഇന്ത്യയിലെ എല്ലാ റൂട്ടുകളിലും ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ ഗോ എയർ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയത് പ്രശ്നമായിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന സർവീസ് വളരെ കുറഞ്ഞ സാഹചര്യമായതുകൊണ്ട് മുംബൈ, ഡൽഹി തുടങ്ങിയ വിമാനത്താവളത്തിലെത്തി അനുബന്ധ വിമാനങ്ങളിൽ കേരളത്തിലേക്ക് പറക്കുന്ന പ്രവാസികളാണ് കൂടുതലും. ഇത് അധിക ബാധ്യതയാണ്. പലരും ഇന്ത്യയിലെ വിവിധ മെട്രോ നഗരങ്ങൾ ആസ്വദിക്കാനും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കാണാനുമായാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ തിരിച്ച് കേരളത്തിലേക്കുള്ള മടക്കത്തിനും വേണം ഇരട്ടി തുക. ഇതിനും പുറമെ കേരളത്തിൽ നിന്ന് മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത, ജയ്പൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം 50% ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടുണ്ട്. ഇന്ധനവില കൂടിയതും ഗോ ഫാസ്റ്റ് എയർലൈനുകൾ നിർത്തിയതുമെല്ലാം ആഭ്യന്തര വിമാനയാത്രാ ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് കാരണമായത് എന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണവും വളരെ കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ, ന്യൂഡൽഹി സെക്ടറുകളിൽ സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യയുടെ വലിയ വിമാനങ്ങൾ സർവീസ് നിർത്തലാക്കി. കൊച്ചി, മുംബൈ എയർ ഇന്ത്യ ഡ്രീം ലൈനറും സർവീസ് അവസാനിപ്പിച്ചു. പകരം കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യ സാധാരണ സർവീസാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂരിൽ നിന്ന് മുംബൈ, ന്യൂഡൽഹി അനുബന്ധ വിമാനങ്ങൾ സർവീസ് പിൻവലിച്ചതോടെ മലബാറിലെ പ്രവാസികൾക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് ആനുപാതികമായി വിമാന സർവീസ് ഇല്ലാതാക്കുന്ന സാഹചര്യം ഏറ്റവുമധികം ബാധിക്കുന്നത് പ്രവാസികളെ തന്നെയാണ്. ചെറിയ അവധിക്ക് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് തീവണ്ടി പോലെ ചെലവ് കുറഞ്ഞ യാത്രാമാർഗങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയനഷ്ടവും വലുതാണ്. തീവണ്ടികളിൽ കേരളത്തിലേക്ക് സമയത്തിന് ടിക്കറ്റ് കിട്ടുക എന്നത് അതിലും പ്രയാസമാണ്. കിങ്ഫിഷറിനും ജെറ്റ് എയർവേസിനും ഉണ്ടായതുപോലെ ഗോ എയറും പാപ്പരാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ ആഭ്യന്തര എയർലൈൻസ് വ്യവസായത്തിന് തന്നെ വലിയൊരു തിരിച്ചടിയായിരിക്കും സൃഷ്ടിക്കുക എന്നാണ് കണക്കുകൂട്ടൽ. കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്ന ഗോ ഫാസ്റ്റ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അതിനാൽ വിമാനങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനം യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.